Hi all, welcome to once. നമ്മൾ ഇന്ന് S4 കമ്പ്യൂട്ടർ സയൻസിലെ K2 സിലബസിലെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1ലെ ടോപ്പിക്കാണ്. നമുക്ക് ടോപ്പിക് ഇതാണ്, ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, പ്രോഗ്രാം അല്ല കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. അപ്പൊ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ S4 കമ്പ്യൂട്ടർ സയൻസിന്റെ സബ്ജക്റ്റ് ആണ്. അതിന്റെ കോഡ് വരുന്നത് PBCST 404 ആണ്. പ്രോജക്ട് ബേസ്ഡ് സബ്ജക്റ്റ് ആണ്, കോർ സബ്ജക്റ്റ് ആണ്. ക്രെഡിറ്റ് 4 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും ഓർഗനൈസേഷനും അതൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഡസ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്താണ് ചെയ്യുന്നത് എന്നാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡിഫൈൻസ് വാട്ട് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഡസ്. എന്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്ത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. അതായത് അതിന്റെ ഡിസൈൻ എങ്ങനെയാണ്, അതിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്തൊക്കെയാണ്, കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, അത് അങ്ങനെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ പറയുന്നതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം ചെയ്യുന്നത് എന്ന് പറയുന്നു. ഓക്കെ, അതാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. അതേസമയം കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ഫിസിക്കലി. അത് എങ്ങനെ ഫിസിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്ത് എന്താണ് സിസ്റ്റം ചെയ്യുന്നതെന്ന് പറയുന്നു, അത് എങ്ങനെ ഫിസിക്കലി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, ഫിസിക്കലി അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. അപ്പൊ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ഫിസിക്കലി എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് രണ്ടും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആർക്കിടെക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സിസ്റ്റം ചെയ്യുന്നത്, അതിന്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്തൊക്കെയുണ്ട്, ഡിസൈൻ എങ്ങനെയാണ്, ജസ്റ്റ് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, അത് ഇംപ്ലിമെന്റേഷൻ ഇല്ല, അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞു വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ചായ ഉണ്ടാക്കാം, ഇന്ന രീതിയിലൊക്കെ ഉണ്ടാക്കാം എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നു. അതിന്റെ ചായ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നു. അത് ഫിസിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. അതായത് ചായ ഉണ്ടാക്കി എടുത്ത് കൊണ്ടുവരുന്നു, അതാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് വാട്ട് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഡസ്, എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നു, പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ അവിടെ ഇല്ല. ഓർഗനൈസേഷൻ എന്താ പറയുന്നത്, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക, അവിടെ എങ്ങനെ ഫിസിക്കലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്ത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. അപ്പൊ ഹാർഡ്വെയർ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഇന്റർ കണക്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഓപ്പറേഷണൽ ഡീറ്റെയിൽസ്, അതെല്ലാം എന്തിൽ വരുന്നു, കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ വരുന്നു. ഓക്കെ, അപ്പൊ എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഡിഫറൻസിയേഷൻ ചെയ്ത് പറയുന്നതാണ്, അതിന്റെ ഡിഫറൻസ് ജസ്റ്റ് എന്ന് പറയുന്നതാണ്. ഡെഫിനിഷൻ വൈസ് കൺസെപ്ഷ്യൽ ഡിസൈൻ ആണ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, സിസ്റ്റം കേപ്പബിലിറ്റീസ്, അതൊക്കെയാണ് നമ്മൾ ആർക്കിടെക്ചറിൻ്റെ അകത്ത് പറയുന്നത്. ഫിസിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ്, ഹാർഡ്വെയർ ഡീറ്റെയിൽസ്, അതെല്ലാം നമ്മൾ ഓർഗനൈസേഷനകത്ത് പറയും. എങ്ങനെ ഫിസിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഹാർഡ്വെയർസ് എന്തൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് ഓർഗനൈസേഷനകത്ത് പറഞ്ഞത്. പിന്നെ പ്രോഗ്രാമേഴ്സ് വ്യൂ ആണ്, സോഫ്റ്റ്വെയർ ഇന്റർഫേസ് ആണ്. പ്രോഗ്രാമേഴ്സ് എങ്ങനെയാണ്, ഇത് ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സ് വ്യൂ ആണ്, അതാണ് എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ ഹാർഡ്വെയർ വ്യൂ ആണ് അവിടെ വരുന്നത്. ഇനി ഫോക്കസ് ഓൺ വാട്ട് ദ കമ്പ്യൂട്ടർ ഡസ്, എന്താണ് കമ്പ്യൂട്ടർ ചെയ്യുന്നതെന്നാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഹൗ ദ കമ്പ്യൂട്ടർ ഡസ് ഇറ്റ്, എങ്ങനെ അത് കമ്പ്യൂട്ടർ ചെയ്യുന്നു, അതെങ്ങനെ ഫിസിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതാണ് ഓർഗനൈസേഷൻ പറയുന്നത്. എക്സാമ്പിൾ ആണ് ISA, അഡ്രസ്സിംഗ് മോഡ്സ്, അല്ലെങ്കിൽ ക്യാഷ് ഡിസൈൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ. അത് എന്താ ചെയ്യുന്നതെന്ന് പറയുന്നു. അത് കൺട്രോൾ സിഗ്നൽസ്, മെമ്മറി, ഹൈറാർക്കി, ബസ് സ്ട്രക്ചർ ഒക്കെ എന്ത് ഓർഗനൈസേഷന് എക്സാമ്പിൾ ആണ്. കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റനെ കോൾ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും കൺട്രോൾ സിഗ്നൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എക്സാമ്പിൾ ആണ്. പർപ്പസ് ഡിഫൈൻസ് ഫംഗ്ഷനാലിറ്റി, എന്തൊക്കെയാണ് ഫംഗ്ഷനാലിറ്റീസ് എന്ന് പറയുന്നു. ഇംപ്ലിമെന്റ്സ് ഫംഗ്ഷനാലിറ്റി, ആ ഫംഗ്ഷനാലിറ്റീസിനെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഹൈ ലെവൽ അബ്സ്ട്രാക്ഷൻ ആണ്, ഇവിടെ ലോ ലെവൽ ഇംപ്ലിമെന്റേഷൻ ആണ്. ഇത്രയുമാണ് ജസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്. സിലബസ് വൈസ് നിങ്ങൾക്ക് ഇതില്ല, പക്ഷെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടേഴ്സ്, അതാണ് നമ്മുടെ
ഫസ്റ്റ് ഇത് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കമ്പ്യൂട്ടറിന്റെ ബേസിക് സ്ട്രക്ചർ എന്താണ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചർ നിങ്ങൾ കമ്പ്യൂട്ടർ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് അറിയാം ഇൻപുട്ട്. നമ്മൾ നോർമലി പറയുമ്പോൾ എന്തൊക്കെ പറയും, CPU ഉണ്ട്, മോണിറ്റർ ഉണ്ട്, അതായത് ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, അങ്ങനെ പറയാം. അതായത് ഇൻപുട്ട് ഡിവൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല, കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, അങ്ങനെ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് CPU ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കീബോർഡ്, മൗസ്, മോണിറ്റർ, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടും കാണുന്നു. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ അങ്ങനെ പറയാണ്ട് അതിന് കളക്റ്റീവ്ലി പറയുന്ന കുറച്ച് നെയിംസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് 5 മെയിൻ യൂണിറ്റ്. എത്ര യൂണിറ്റ് ഉണ്ട്? 5 യൂണിറ്റ് ആണുള്ളത്. 5 മെയിൻ യൂണിറ്റ് ആണ് ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടറിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഇൻപുട്ട് യൂണിറ്റ്. നമ്മൾ പറഞ്ഞാറില്ലേ കീബോർഡ്, മൗസ്, അതൊക്കെ എന്താണ് ഇൻപുട്ട് യൂണിറ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഔട്ട്പുട്ട് യൂണിറ്റ്, നമ്മുടെ മോണിറ്റർ മെയിനായിട്ടും പറഞ്ഞ കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മോണിറ്റർ, അതൊരു ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. മെമ്മറി യൂണിറ്റ്, റോം, സെക്കൻഡറി മെമ്മറി ഒക്കെ വരുന്നുണ്ട്. കൺട്രോൾ യൂണിറ്റ്, അത് ഉള്ളിലാണ്, നമ്മുടെ CPU ഉള്ളിലാണ്, നമുക്കത് ഫിസിക്കലി കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അതും നമ്മുടെ പ്രോസസ്സിന്റെ ഉള്ളിലുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്രയും 5 കമ്പോണൻസ് ആണ് നമ്മൾ എന്ത് കൂട്ടുക വരുന്നത്, നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടേഴ്സിൽ വരുന്നത്. അപ്പൊ ദേ ടുഗദർ ഫോം ബാക്ക് ബോൺ ഓഫ് എ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് എനേബിൾസ് ഡാറ്റ പ്രോസസ്സിംഗ്. ഇതാണ് ഈ 5 ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ ബാക്ക് ബോൺ ഓഫ് എ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ്, അതാണ് നമുക്ക് ഡാറ്റ പ്രോസസ്സിംഗ് എനേബിൾ ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്താ? കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസസും ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഏത് ഫോമിൽ വേണമെങ്കിലും ഇൻപുട്ട് കൊടുക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇൻപുട്ട് യൂണിറ്റ് ആണ്. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് അക്സെപ്റ്റ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം യൂസേഴ്സിന് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കമ്പ്യൂട്ടറിലേക്ക് ഏതെങ്കിലും ഒരു ഡിവൈസ് വഴി നമ്മൾ ഏതെങ്കിലും ഒരു ഫോമിൽ, അത് മേ ബി ഓഡിയോ ആവാം, വീഡിയോ ആവാം, ഈവൻ ഇമേജ് ആവാം, ടെക്സ്റ്റ് ആവാം, എന്തെങ്കിലും ഫോമിൽ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഡിവൈസ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് ഹ്യൂമനിൽ നിന്ന് ഡാറ്റനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഡാറ്റയോ ഇൻസ്ട്രക്ഷൻസോ എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നു. അത് നമുക്ക് ഓഡിയോ ഫോർമാറ്റിൽ കൊടുക്കാം, വീഡിയോ ആയിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇമേജസ് ആയിട്ട് കൊടുക്കാം, ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, അത് ഏത് ഫോമിൽ വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആണ് ഡിവൈസസ് ആണ് കീബോർഡ്, മൗസ്, സ്കാനേഴ്സ്, മൈക്രോഫോൺ, ജോയ്സ്റ്റിക് ഒക്കെ. അപ്പൊ കീബോർഡിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ലെറ്റേഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, മൗസിൽ നമ്മൾ അപ്പ്, ഡൗൺ അങ്ങനെയുള്ള കമാൻഡ്സ് ആണ്, ഡയറക്ഷൻസ് ഒക്കെയാണ് മെയിനായിട്ടും കൊടുക്കുന്നത്, ഡ്രാഗ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും. സ്കാനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് സ്കാൻ ചെയ്യാൻ കൊടുക്കാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഒരു PDF വേണമെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാൻ കൊടുക്കാം. അതുപോലെ മൈക്രോഫോൺ ആണെങ്കിൽ വോയിസ് ആണ്, അവിടെ നമ്മൾ പറയുന്നതാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത്, നമ്മൾ പറയുന്ന ഓഡിയോ ആണ് അത് ക്യാപ്ചർ ചെയ്യുന്നത്. അതുപോലെ ജോയ്സ്റ്റിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ വീഡിയോ ഗെയിം കളിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് ജോയ്സ്റ്റിക്ക്. ഓക്കെ, ഡൗണും അങ്ങനെ നമുക്ക് ഡൗണും ഇതൊക്കെയുള്ള സംഭവമാണ് ജോയ്സ്റ്റിക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ അതെല്ലാം എന്താണ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഈ ഡിവൈസസ് എല്ലാം. അപ്പൊ ഇൻപുട്ട് ഡിവൈസ് എന്ത് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ഇൻപുട്ട് ഇൻറ്റു ബൈനറി ഫോം. ആ എടുക്കുന്ന ഡേറ്റ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ആവാം, ഓഡിയോ ആവാം, വീഡിയോ ആവാം, ടെക്സ്റ്റ് ആവാം, ഇമേജ് ആവാം, അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? 0s and 1s ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എടുക്കുന്ന ഡേറ്റ എന്താണോ, അത് ഏത് ഫോർമാറ്റിലാണോ, അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? 0s and 1s ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആയ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ബൈനറി ഫോമിനെ നമ്മൾ എന്താ പറയുന്നത്? മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെഷീൻ ലാംഗ്വേജ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിന് റീഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ ഇൻപുട്ട് എടുത്തല്ലോ, ആ ഇൻപുട്ട് എടുത്ത ഡേറ്റനെ പ്രോസസ്സ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള റിസൾട്ടിനെ ഡിസ്പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡിസ്പ്ലേസ് ഓർ കമ്മ്യൂണിക്കേറ്റ് റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ്. പ്രോസസ് ചെയ്ത റിസൾട്ടിനെ ഒന്നല്ലേ ഡിസ്പ്ലേ ചെയ്യുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ മോണിറ്റർ ഒരു എക്സാമ്പിൾ ആണ്.
അതുപോലെ തന്നെ പ്രൊജക്ടർ നമുക്ക് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സ്പീക്കർ ഒക്കെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പൊ എക്സാമ്പിൾ ആണ് മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, പ്രൊജക്ടർ അല്ലെ. സ്പീക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാട്ട് വെക്കുമ്പോൾ അത് അതിന്റെ ആ ഓഡിയോ നമുക്ക് കേൾക്കാനാ പറ്റുന്നത്. അപ്പൊ അത് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, അപ്പൊ കൺവേർട്ട് ബൈനറി റിസൾട്ട് ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം. ഇവിടെ എന്താ ചെയ്യുന്നത്, 0s and 1s ആയിട്ടായിരിക്കും പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ എന്ത് ചെയ്യും, ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് നേരെ തിരിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ പ്രോസസ്സർ പ്രോസസ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, അത് 0s and 1s ആയിട്ടായിരിക്കും. അതിന് നമ്മൾ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മെമ്മറി യൂണിറ്റ് ആണ്. മെമ്മറി യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ഓഫ് മെമ്മറി യൂണിറ്റ് ഉള്ളത്. ഒന്ന് പ്രൈമറി മെമ്മറി ഉണ്ട്, പിന്നെ സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഈ പ്രൈമറി മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അതായത് നമ്മുടെ പ്രോസസ്സറിന്റെ CPU ഉള്ളിൽ പ്രോസസ്സറിന്റെ അടുത്തുള്ള മെമ്മറിയാണ് പ്രൈമറി മെമ്മറിക്കായിട്ട് വരുന്നത്. റാമും റോമും ക്യാഷും ഒക്കെയാണ് നമ്മുടെ പ്രൈമറി മെമ്മറി. ഓക്കെ, അപ്പൊ ടെമ്പററി സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഇപ്പൊ ഡേറ്റാവും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ടെമ്പററി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ റാമും റോമും പ്രോഗ്രാം എക്സിക്യൂഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന്റെ സമയത്ത് ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, റോമ് ക്യാഷ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് റോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. പവർ ഓഫ് ചെയ്താൽ അതിന്റെ ഡേറ്റാസ് ലോസ്റ്റ് ആവില്ല. റാമും ക്യാഷും ഒക്കെ എന്താണ്, വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നു അല്ലെങ്കിൽ പവർ കട്ട് ആവുന്നു അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഡേറ്റാസ് ലോസ്റ്റ് ആവും. റാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡ് ഓൺലി മെമ്മറിയാണ്. റാമും റോമുമാണ്. അതെല്ലാം പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ ഇന്റേണൽ മെമ്മറി, കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇൻബിൽറ്റ് ആയിട്ട് അതെല്ലാം. ഓക്കെ, അപ്പൊ ഇന്റേണൽ മെമ്മറിയാണ്. ഓക്കെ, ഇനി സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ് ഡ്രൈവ്സ്, നമ്മുടെ SSD അതൊക്കെ എന്താണ്, സെക്കൻഡറി മെമ്മറിയാണ്. അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്നും പറയാറുണ്ട്. ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ മെമ്മറി എന്നൊക്കെ നമ്മൾ സെക്കൻഡറി മെമ്മറിക്ക് പറയാറുണ്ട്. അത് സ്റ്റോർ ഡേറ്റ പെർമനന്റ്ലി. ഡേറ്റ നമ്മൾ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്, എപ്പോഴും സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. ഈ സെക്കൻഡറി മെമ്മറി എക്സാമ്പിൾ ആണ് ഹാർഡ് ഡ്രൈവ്സ്, SSD, അതുപോലെ മാഗ്നറ്റിക് ഡിസ്ക്, അതൊക്കെ എല്ലാം സെക്കൻഡറി സ്റ്റോറേജിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് ആക്ട് ആസ് എ കമ്പ്യൂട്ടർ സ്റ്റോറേജ് സിസ്റ്റം ഹോൾഡിംഗ് ബോത്ത് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രോഗ്രാം. കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് സിസ്റ്റം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഡേറ്റാസും അതുപോലെ തന്നെ പ്രോഗ്രാംസും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമ്മുടെ എന്താണെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിൽ, നമ്മുടെ ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ SSDയിലൊക്കെ ആയിരിക്കും. നമ്മൾ ഇപ്പൊ ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോഴാണ് ആ SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഒരു കോപ്പി നമ്മുടെ റാമിലോട്ട് വരുന്നത്. അപ്പൊ എപ്പോഴും പെർമനന്റ് ആയിട്ട് നമ്മുടെ സ്റ്റോറേജ് എവിടെയാണ്, നമ്മുടെ ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജിലായിരിക്കും. നമ്മളൊരു പ്രോഗ്രാം പോയി ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പൊ ആ പ്രോഗ്രാം അപ്പൊ അവിടെ പ്രോസസ് ചെയ്യണം, റൺ ചെയ്യാൻ എടുത്തേക്കുവാണ്. അപ്പൊ അതിന്റെ ഒരു കോപ്പിയാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് നമ്മുടെ റാമിലോട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതാണ് ഇപ്പൊ നമ്മൾ ഒരു പ്രോഗ്രാം എടുത്തിട്ട് നമ്മൾ ഇപ്പൊ എന്തെങ്കിലും സേവ് ചെയ്യാണ്ട് നമ്മൾ വീണ്ടും അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് വരുത്തിയേക്കാൻ ചേഞ്ച് ഉണ്ടാവാണ്ടിരിക്കുന്നത്. കാരണം ആ റാമിൽ ആ കോപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ. റാമിലുള്ള സാധനം എന്ത് സംഭവിക്കും, നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ അത് പവർ ഓഫ് ചെയ്യുമ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അത് ലോസ്റ്റ് ആവും. അപ്പൊ അത് സേവ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് റാമിൽ നിന്ന് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് അല്ലെങ്കിൽ SSDയിൽ കൊണ്ടുപോയി സ്റ്റോർ ആവുള്ളൂ. അപ്പൊ എപ്പോഴും ഡേറ്റാസ് എല്ലാം പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്തേക്കുന്ന എവിടെയായിരിക്കും, നമ്മുടെ ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ SSDയിലായിരിക്കും. അവിടുന്ന് നമ്മൾ ഒരു കോപ്പി മാത്രമാണ് നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ റാമിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ കൺട്രോൾ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ CU എന്ന് പറയും. കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ട് ദി ഫ്ലോ ഓഫ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ വിത്തിൻ ദി സിസ്റ്റം. സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇൻസ്ട്രക്ഷന്റെ അല്ലെങ്കിൽ ഡേറ്റയുടെ ഒക്കെ ഫ്ലോ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ബാക്കി എല്ലാ ഡിവൈസിനെയും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ബാക്കി എല്ലാ ഡിവൈസിനെയും കൺട്രോൾ ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പൊ അത് കോർഡിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് റീഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമുക്ക് ഇൻപുട്ട് ഡിവൈസിലെ ഡേറ്റ ഉണ്ട്, റീഡ് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മെമ്മറി കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണമെങ്കിൽ റൈറ്റ് ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ്, പ്രോസസ്സിംഗ് ഒക്കെ ആവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ് ആണ്.
അതുപോലെ ബാക്കി എല്ലാ ഡിവൈസസിനെയും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡയറക്ട് ദ ഫ്ലോ ഓഫ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ വിത്തിൻ ദി സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഡേറ്റയെയും അതുപോലെ ഇൻസ്ട്രക്ഷനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റ് ആണ്. അതുപോലെ കോർഡിനേറ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ആൻഡ് ALU. ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും മെമ്മറിയും അതുപോലെ ALUം തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നത് ആരാണ്? നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. Act as a traffic manager of the computer. ട്രാഫിക് മാനേജർ എല്ലാ ട്രാഫിക്സും കൺട്രോൾ ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഒരേപോലെ എല്ലാത്തിനെയും ഒന്നിച്ച് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുന്നവരാണ് കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ALU ആണ്. അപ്പൊ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മോഡുലസ്, അങ്ങനെയുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ലോജിക്കൽ ഓപ്പറേഷൻ, ആൻഡ് ഓർ കമ്പാരിസൺ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരാണ് ചെയ്യുന്നത്? ALU ആണ് ചെയ്യുന്നത്. അപ്പൊ പ്രോസസ്സിങ് എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും മാനിപ്പുലേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോം ഓൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ആരാണ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്, ALU ആണ്. കോർ ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ് വർക്ക് ക്ലോസ്ലി വിത്ത് CU. കൺട്രോൾ യൂണിറ്റുമായിട്ട് ക്ലോസ്ലി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ALU ആണ്. കോർ ഓഫ് ഡേറ്റ പ്രോസസ്സിന്റെ കോർ ആണ് എന്ത്? നമ്മുടെ ALU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഹൗ ദേ വർക്ക് ടുഗദർ. എങ്ങനെയാണ് ഈ 5 യൂണിറ്റ്, നമ്മളിപ്പോൾ 5 യൂണിറ്റും പഠിച്ചു. ഇൻപുട്ട് യൂണിറ്റ് നിന്ന് പഠിച്ചു. ഇൻപുട്ട് യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ഇൻപുട്ടിനെ യൂസ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഏത് ഫോമിലുള്ള ഇൻപുട്ട് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ത് ചെയ്യുന്നു? പ്രോസസ് ചെയ്ത ഡേറ്റനെ ഡിസ്പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നമ്മുടെ യൂസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ മെമ്മറി നോക്കിയാൽ, മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. പ്രൈമറി മെമ്മറി ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ച CU ആണ്. CU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് ബാക്കി എല്ലാ ഡിവൈസസിനെയും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡേറ്റാ ഫ്ലോയും അതുപോലെ അതുപോലെ ഇൻസ്ട്രക്ഷൻ ഫ്ലോ അതെല്ലാം കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ALU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്ന ALU ആയിരിക്കും. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് അതിന്റെ വർക്ക് ടുഗദർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻപുട്ട് യൂണിറ്റ് റിസീവ്സ് ഡേറ്റ. നമുക്ക് ഡേറ്റ എന്താണോ അത് ഇൻപുട്ട് യൂണിറ്റ് റിസീവ് ചെയ്യുന്നു. കൺട്രോൾ യൂണിറ്റ് ഇന്ററപ്റ്റ്സ് ദി ഇൻസ്ട്രക്ഷൻ ആൻഡ് സെൻഡ് ദം ടു ദി ALU. അപ്പൊ റിസീവ് ചെയ്യുന്ന ഡേറ്റനെ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്ന ഇന്റർപ്രറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഡേറ്റയിൽ നിന്ന് എന്തൊക്കെയാണോ ഉള്ളത്, ഡേറ്റ എന്താണ്, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്താണ്, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അത് ഇപ്പൊ പ്രോസസ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് ALU സെൻഡ് ചെയ്യും. ഇപ്പൊ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ALU സെൻഡ് ചെയ്യും. ALU പ്രോസസ് ദി ഡേറ്റ കാൽക്കുലേഷൻസ് ഓർ ലോജിക്. അപ്പൊ ALU എന്ത് ചെയ്യും? ALU കിട്ടിക്കഴിയുമ്പോൾ ആ ഇൻസ്ട്രക്ഷനെയും ഡേറ്റനെ കിട്ടിക്കഴിയുമ്പോൾ ആ ഡേറ്റയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന ഇപ്പൊ ആഡ് ചെയ്യാനാ പറഞ്ഞേക്കണേ ആഡ് ചെയ്യും, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനാ പറഞ്ഞെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ആ ഓപ്പറേഷൻ എന്താണോ പറഞ്ഞേക്കണേ, കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം പെർഫോം ചെയ്യും. ഇനി റിസൾട്ട് ആർ സ്റ്റോർഡ് ഇൻ ടെമ്പററി ഇൻ മെമ്മറി യൂണിറ്റ്. അപ്പൊ റിസൾട്ട് എവിടെ? ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി യൂണിറ്റിലാണ്. ഔട്ട്പുട്ട് യൂണിറ്റ് പ്രസന്റ് ഫൈനൽ റിസൾട്ട് ടു ദി യൂസർ. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും? ഫൈനൽ റിസൾട്ട് യൂസറിന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് ഇൻപുട്ടിനെ റിസീവ് ചെയ്യുന്നു. എന്താണോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അത് ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് റിസീവ് ഡേറ്റ എന്താണോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ആണോ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് അത് കൺട്രോൾ യൂണിറ്റ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ, എന്താ ഇൻസ്ട്രക്ഷൻ വന്നേക്കുന്നത് എന്നുള്ളത് ഡീകോഡ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് അത് ഇപ്പൊ കാൽക്കുലേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ALU കൊടുക്കുന്നു. ALU അതിനെ പ്രോസസ് ചെയ്തിട്ട് ടെമ്പററി ആയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. അവിടുന്ന് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അത് പ്രസന്റ് ചെയ്യാൻ ഫൈനൽ റിസൾട്ട് കൊടുക്കുന്നു. ഇത്രയുമാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കമ്പോണന്റ് വൈസ് ജസ്റ്റ് എന്താണെന്ന് കമ്പാരിസൺ പറഞ്ഞേക്കുന്നതാണ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. എക്സാമ്പിൾ ആണ് കീബോർഡ്, മൗസ്, സ്കാനർ, അതൊക്കെ എന്താണ് ഇൻപുട്ട് യൂണിറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ഡിസ്പ്ലേ റിസൾട്ട്. പ്രോസസ് ചെയ്ത് റിസൾട്ടിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. എക്സാമ്പിൾ ആണ് മോണിറ്റർ,
പ്രിന്റർ, സ്പീക്കർ, പ്രൊജക്ടർ ഒക്കെ എക്സാമ്പിൾ ആണ്. മെമ്മറി യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർസ് ഡാറ്റ ഇൻസ്ട്രക്ഷൻ, ഡാറ്റനെ ഇൻസ്ട്രക്ഷനുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. റാം, SSD, ഹാർഡ് ഡിസ്ക് എക്സാമ്പിൾ ആണ്. രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്, പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് റാം, സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ SSD, ഹാർഡ് ഡിസ്ക് ഒക്കെ. പിന്നെ കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ട്സ് ഓപ്പറേഷനെ ഡയറക്ട് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, പാർട്ട് ഓഫ് എ CPU ആണ്. പിന്നെ ALU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോം കാൽക്കുലേഷൻസ്, അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നു, അതും പാർട്ട് ഓഫ് CPU ആണ്. CPU പാർട്ടാണ് എന്ത്, ഈ കൺട്രോൾ യൂണിറ്റും അതുപോലെ തന്നെ ALU. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ നോക്കിയത് ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ ആയിരുന്നു. അപ്പൊ ബേസിക് സ്ട്രക്ചറിനകത്ത് 5 പാർട്ടാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്ന ഇൻപുട്ടിന് ഔട്ട്പുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ വരുന്ന ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് പ്രോസസ്സ് ചെയ്തിട്ട്, അതായത് ഡാറ്റ ഇൻപുട്ട് എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് റിസൾട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. പിന്നെ ഉള്ളത് മെമ്മറിയാണ്. മെമ്മറി സ്റ്റോറേജ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, അത് പറഞ്ഞു. പിന്നെ കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് എല്ലാ യൂണിറ്റിനെയും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നു, അതിനാവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ നമുക്കുള്ളത് ALU ആണ്. ALU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നു. അത്രയാണ് നമ്മൾ നോക്കിയത്. പിന്നെ ജസ്റ്റ് ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ നമ്മൾ ഡിഫറൻസ് ആണ് പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേറെ സെഷൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.